ലോങ് ടൈം ഗില്ലറ്റ് ബോട്ടുകളിൽ നമ്മൾ കടലിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴക്കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കൂട്ട ബോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അതുമാത്രമല്ല, ഒരു മാസമൊക്കെ കിടക്കാനുള്ളതിൻ്റെ പേരിൽ ചിലപ്പോൾ നമ്മുടെ അരിയും സാധനങ്ങളും എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടുകാരെ വിളിച്ചതേ ഇതുപോലെ ഉണ്ട നമ്മൾ കടലിൽ സാധനങ്ങൾ കൈമാറുന്നത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ബോട്ടിൻ്റെ ഐസ് തീർന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ബോട്ടിലുണ്ടായ ഐസ് അവർക്ക് കൈമാറണേ ഈ കാണുന്നത്. ഐസ് മാത്രമല്ല, പല സംഭവങ്ങളും നമ്മൾ കൈമാറും. ഇപ്പോൾ റേഷൻ സാധനങ്ങളാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം നമ്മൾ ഇതുപോലെ ഈ ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ടിലേക്കും അതുപോലെ അപ്പുറത്തെ ബോട്ടിൽ നിന്ന് നമ്മുടെ ബോട്ടിലേക്കും വാങ്ങണത്. ചിലവരെങ്കിലും ചിന്തിക്കും ഈ ബോട്ട് എന്തിനാണ് ഇത്ര ഗ്യാപ്പിൽ നിർത്തിയണെന്ന്, കൂടെ പിടിച്ചുകൂടെ, അതായത് ഒപ്പത്തിനൊപ്പം നിന്നൂടെ എന്ന് നമ്മൾ ചിന്തിക്കോട്ടെ. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നമുക്കിങ്ങനെ റോളിംഗ് ഉണ്ടാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബോട്ടും കൂടി ഒരുമിച്ച് നിർത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കോട്ടെ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊരു ഗ്യാപ്പ് ഇട്ടിങ്ങനെ നിർത്തുന്നത്. അപ്പോൾ അതെ, കുടിവെള്ളം ഉണ്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുടിവെള്ളവും കുറവായിരുന്നു. വാട്ടർ ടാങ്ക് മാത്രം 10,000 ലിറ്ററിന് മേളിൽ ഉണ്ടാവട്ടെ നമ്മുടെ ഈ ബോട്ടുകളിൽ. പക്ഷെ വെള്ളം തീർന്നു പോകും. കാരണം ഒരു മാസമൊക്കെ കടലിൽ കിടക്കുമ്പോൾ വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ട്. അതുപോലെ കുറച്ച് റേഷനും കൊടുത്ത് അവർ നേരെ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ഇന്ന് രാത്രി ഒരു വല ഇട്ടിട്ട് നേരെ കൊച്ചിക്ക് ഓടട്ടെ. നമ്മളും തിരിച്ച് നേരെ ഓടേണ്ട. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യണേ. കടലിലെ കിടിലം കാഴ്ചകളായിട്ട് നമ്മൾ കാണും. ടാറ്റ.